നമസ്കാരം. തിരഞ്ഞെടുപ്പുകൾ ആഘോഷമാണെന്നുള്ളതും അത് പ്രാതിനിധ്യത്തിൻ്റെ ഉത്സവമാണെന്നുള്ളതും നമ്മൾ പലതവണ ചർച്ച ചെയ്തു. മറ്റൊരു തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. വെളിപ്പാട് അകലെയെന്നല്ല, ആരംഭിച്ചിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ചും ചെലുത്തേണ്ട സ്വാധീനത്തെക്കുറിച്ചും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നമ്മളിവിടെ വിലയിരുത്തുക. പലതവണ നമ്മൾ നടത്തിയൊരു വിലയിരുത്തലാണ്. എങ്കിൽ പോലും അമേരിക്കയിലെ പ്രൈമറികൾ പോലെ വളരെ സുതാര്യമായ ജനപ്രതിനിധികളെ ജനങ്ങളുടെ മുമ്പിൽ ഇഴകേറി പരിശോധിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു വിലയിരുത്തലിന് വിധേയരാവേണ്ടവരാണ് ജനപ്രതിനിധികൾ എന്നുള്ള ധാരണ ജനപ്രതിനിധികളിൽ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് പലപ്പോഴും വലിയൊരു ജനാധിപത്യവും പുരോഗമന കാഴ്ചപ്പാടുമുള്ള സമൂഹമായി പാശ്ചാത്യ ലോകത്തെ നിലനിർത്തും. അവരുടെ അധിനിവേശമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിമർശിക്കാൻ പോകും. അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തേണ്ടത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഒരു പരിധിവരെയെങ്കിലും ജനപ്രതിനിധികളെ വലിയ രീതിയിൽ വിലയിരുത്തുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. വോട്ടർമാരിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 40% നിഷ്പക്ഷപാതികളായ വ്യക്തികൾക്കും രാഷ്ട്രീയത്തിനും അപ്പുറം പ്രവർത്തന മികവിനെ വിലയിരുത്തുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. പലപ്പോഴും ഇടതിലേക്കും വലതിലേക്കും ഒക്കെ വലിയ രീതിയിൽ വിധേയത്വമുള്ളവരായി അധപ്പതിക്കുമ്പോഴും ജനാധിപത്യ സ്വഭാവം നിലനിർത്തുന്ന, പ്രവർത്തന മികവ് കാര്യക്ഷമമായി വിലയിരുത്തുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. അത്തരമൊരു ഘട്ടത്തിൽ, അത്തരമൊരു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ചും മാധ്യമങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. കേരളത്തിലെ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന വലിയ ജീർണതയെക്കുറിച്ചും നിഷ്പക്ഷത എന്നത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടാത്ത ഒന്നായി മാറിക്കഴിഞ്ഞതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ വിലയിരുത്തിയിരുന്നു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ വിഷയങ്ങൾ സ്വാധീനിക്കുമെന്ന് അധികാരവർഗം തീരുമാനിക്കുന്നൊരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. അത് നരേന്ദ്രമോദിയായും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും തങ്ങളുടെ പ്രവർത്തന മികവിനെ വിലയിരുത്താനുള്ളൊരു അവസരം ജനങ്ങൾക്ക് നൽകാതെ അതിവൈകാരികമായ വിഷയങ്ങളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് ജനങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളിലൂടെയോ ചർച്ചയെ കൊണ്ടുപോയി ആ ഒരു ശൈലിയിലൂടെയാണ് ജനാധിപത്യ സംവിധാനങ്ങളിൽ പോലും, ജനാധിപത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന സമൂഹങ്ങളിൽ പോലും ഇന്ന് തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നിർമ്മിച്ചെടുക്കുന്ന കഥകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്, ഒരുതരം കൺകെട്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് നിഷ്പക്ഷമായ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ അനിവാര്യത നമ്മൾ തിരിച്ചറിയുന്നത്. ആ മാധ്യമങ്ങളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ പറയാൻ കഴിയും. അവിടെയും നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത്, നിഷ്പക്ഷമായൊരു മാധ്യമ സംവിധാനം ഇല്ലാത്തതിൻ്റെ അപാകത കേരളം വലിയ രീതിയിൽ അനുഭവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഈ ചർച്ച തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും അവസാനിക്കുന്നതും അത്തരമൊരു യാഥാർത്ഥ്യം, വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന, അസ്വസ്ഥകളാക്കുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകുന്നു എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഈ ചർച്ചയിലൂടെയും ചർച്ചയുടെ അവസാനം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയെന്ന് മറ്റൊരാൾക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് കേരളത്തിലെ തിരഞ്ഞെടുപ്പാണ്. എല്ലാ കാലഘട്ടത്തിലും വാർഡ് തലത്തിലെ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഇതെല്ലാം 3 വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു സംസ്കാരമാണ് എല്ലാവരുടെയും ഉള്ളത്, കേരളത്തിൽ പ്രത്യേകിച്ചും. അതിൽ ഒന്നാമത്തെ കാര്യം
കേരളത്തിലെ ശക്തമായ ഒരു മുന്നണിയായ LDF എന്നത് കേരളത്തിന് പുറത്ത് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം സാന്നിധ്യമുള്ള ഒരു സംവിധാനം. ഇന്നത് തീർത്തും അപ്രത്യക്ഷമായി കഴിഞ്ഞു. അതേപോലെ തന്നെ കേരളത്തിൽ വലിയ ശക്തി അല്ലാത്ത BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് 2 പതിറ്റാണ്ടായിട്ട് അത് വലിയൊരു ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ചിന്ത, ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ പ്രത്യേകിച്ച് വിശേഷിച്ച് കേരളത്തിലെ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ വ്യതിയാനം വരാറുണ്ട്. നിയമസഭയിൽ ശക്തമായി വിജയിക്കുന്ന നിയമസഭയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇപ്പോൾ LDFന് സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന് കരുതാവുന്ന അതേ നിയമസഭാ മണ്ഡലമാണ് UDFന് വലിയ ഒരു ലോക്സഭ, ഏറ്റവും വിശ്വസിക്കാവുന്ന ലോക്സഭ കോട്ടയായിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഇത് വൈരുദ്ധ്യത്തെക്കാൾ ഉപരി ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ശക്തിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ ഇല്ലാതാക്കാൻ കഴിയും. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഒരു പാതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. ആ ഒരു ചിന്തയ്ക്ക് എങ്ങനെ വ്യതിയാനം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും പ്രാദേശിക രാഷ്ട്രീയത്തിനോ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ വലിയൊരു സ്വാധീനമില്ലാത്തൊരു ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഒരു BJPയോ മുസ്ലിം ലീഗോ പോലെയുള്ള ഒരു വർഗീയ പാർട്ടികളല്ലാത്തവ പോലും വലിയ രീതിയിൽ എങ്ങനെ ഒരു വർഗീയ അല്ലെങ്കിൽ മതാധിഷ്ഠാനത്തിലോ ജാതി അടിസ്ഥാനത്തിലോ വോട്ട് ചോദിക്കുന്ന പ്രസ്ഥാനങ്ങളായി അധപ്പതിച്ചു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് ആ സവിശേഷ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ദേശീയ രാഷ്ട്രീയം ഏറ്റവും കുറഞ്ഞ് ചർച്ചയാവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കേരളം എന്നുള്ളതാണ്. ഇവിടത്തെ മുന്നണികളായ ഒന്നാമത് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായ LDFും UDFും നേരിട്ട് പരസ്പരം മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു സംവിധാനമാണ് കേരളത്തിൽ. അവർ തമ്മിൽ നടത്തുന്ന രാഷ്ട്രീയ സംവാദങ്ങളിൽ നമുക്ക് പലപ്പോഴും തമാശ തോന്നാറുണ്ട്. അതൊരു നാടകമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു പരിധിയൊരു നാടകമാണ് എന്ന് പറയുമ്പോൾ പോലും UDFന് കോൺഗ്രസ്സിന് ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം. ആ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് പരമാവധി സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന രീതിയിൽ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ പരമാവധി വോട്ടുകൾ, പരമാവധി സീറ്റുകൾ ഈ സംസ്ഥാനത്തിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ളൊരു പോരാട്ടം എന്നുള്ളത് ഒരു പരിധിവരെ ഒരു ആത്മാർത്ഥമുള്ള പോരാട്ടമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളും മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലേക്കാണെങ്കിൽ പോലും ഈ രണ്ട് പാർട്ടികൾക്കും പരമാവധി സീറ്റുകൾ ആവശ്യമാണ് എന്നുള്ള ഒരു വസ്തുത നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഒരു പരിധിവരെയെങ്കിലും ഇവിടുത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അത് എത്രമാത്രം മലയാളികൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രമാത്രം ഉപയോഗിക്കുന്നതിന് മലയാളികളെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതും വലതും എതിർക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് തടയുന്നു എന്നിടത്താണ് ഇവിടുത്തെ രാഷ്ട്രീയം, ഇവിടുത്തെ ബലം, കേരളത്തിലെ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു. അപ്പോൾ നമുക്ക് അത്തരം വിഷയങ്ങളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് മലയാളിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. അതുതന്നെയാണ് ഇതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ രാഷ്ട്രീയ സാക്ഷരതയുണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് കഴിയുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ അത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ വിധേയത്വമാണോ കാരണം, മതാടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുന്നതാണോ കാരണം എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പിണറായിയുടെ കോവിഡ് പത്രസമ്മേളനങ്ങളും നവകേരള സദസ്സും ഇലക്ട്രൽ ബോണ്ടുകളും എല്ലാം ചർച്ച ചെയ്ത് നമ്മൾ
പക്ഷേ അഴിമതി ഒരു രാഷ്ട്രീയ ജനിതക സവിശേഷതയാണ് എന്നുള്ള പൊതുബോധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. സാൻഡിയാഗോ മാർട്ടിനും മുകേഷ് അംബാനിയും അദാനിയും റോബർട്ട് വധേരിയും മുതൽ കേരളത്തിലെ ചാക്ക് രാധാകൃഷ്ണൻ വരെയുള്ള ആളുകളെ വലിയ ഇതിലൊരു അവഗണിക്കാൻ, അതായത് രാഷ്ട്രീയമായി അവഗണിക്കാൻ നമുക്ക് കഴിയുന്നു. അവരവിടെ ഉണ്ടാവും, അവർ സാന്നിധ്യം നമ്മൾ അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിൽ നടക്കുന്ന അഴിമതിയോ പിണറായി വിജയനും കൊടുമ്പൂവും നടത്തിയ മോഷണമോ ചർച്ചയാവാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അഴിമതി എന്നുള്ളത് ഒരു അയോഗ്യതയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം ഈ അഴിമതിയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ ചേർന്നിരിക്കുന്നു എന്നുള്ളതും ഇതൊരു പൊതു സത്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങൾ ഉത്തരവാദിത്വം വർദ്ധിക്കുക, ആ മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും വേദനയുളവാക്കുന്ന കാര്യം. ഫ്ലക്സ് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഒരു സെൻസസ് നടത്തേണ്ടതിൻ്റെ ആവശ്യകത, ജാതി സെൻസസ് നടത്തേണ്ടതിൻ്റെ ആവശ്യകത, ഇത് ഒരു ചെറിയ രീതിയിൽ പോലും ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചർച്ചയായിട്ടില്ല എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളുടെ കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത്. ജനങ്ങൾക്ക് മാധ്യമങ്ങൾ ഇട്ടു തരുന്ന ചില വാർത്തകൾ അതാണ് പ്രാധാന്യമുള്ളത് എന്ന് നമ്മൾ ധരിച്ചു വശാകേണ്ടി വരികയാണ്. തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിലവുകളെ മരവിപ്പിച്ചപ്പോൾ മാത്രം പ്രതികരിച്ച ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചിലവുകളുമായി ബന്ധപ്പെട്ട ഒരു സുതാര്യത, പണം വരുന്ന വഴിക്കും ചിലവാക്കുന്ന വഴിക്കും സുതാര്യത ആവശ്യമില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്നുള്ള ധാരണയിലേക്ക് പൊതുജനങ്ങൾ എത്തിയെന്നുള്ളത്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ജാതി സെൻസസ് ആയാലും പാരിസ്ഥിതികാഘാതമായാലും ഫ്ലക്സുകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികാഘാതമായി, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ കാലത്ത് വീട് കയറി ക്യാമ്പയിൻ ചെയ്യേണ്ട അവസ്ഥ പോലും ഇല്ലാത്തൊരു കാലത്ത് ഇത്രയധികം ഫ്ലക്സുകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതികാഘാതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങളും അതൊരു വിഷയമാക്കിയിട്ടില്ല എന്നുള്ളതും വളരെ അസ്വസ്ഥതയോടെ നമ്മൾ നോക്കിക്കാണും. അതിന് നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ പരസ്പരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ളൊരു ഉൾപാർട്ടി ജനാധിപത്യം. അതിലൊന്നാമത്തെ നമ്മൾ പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ട മോഷണം. ഈ കാര്യം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. ദേശീയ തലത്തിൽ ബി ജെ പിയുടെ എതിരാളിയായി BJP പ്രധാനമായി കാണുന്നത് കോൺഗ്രസിനെയാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെയും. അപ്പോൾ കോൺഗ്രസ്സിന് ശക്തമായ ഒരു സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ സംവിധാനം BJPക്ക് എതിരാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ തുടരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും മോഷണം നടത്താനുള്ള ഒരു അംഗീകാരം, ഒരു ലൈസൻസ് പിണറായി വിജയൻ ലഭിക്കും. ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ ഉൾപ്പിരിവുകളിലേക്ക് കടക്കുന്നത്. ഏത് വിഷയം എങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കരുവന്നൂരിലെ മോഷണം ചർച്ച ചെയ്യുന്ന അതേ തീവ്രതയും ചിദംബരത്തിൻ്റെയും കെജ്രിവാളിൻ്റെയും വീട്ടിലേക്ക് ഇടിച്ചു കയറി എന്ന അതേ തീവ്രതയും അല്ലെങ്കിൽ അതേ ആത്മാർത്ഥയും പിണറായിയുടെ തൊണ്ടി മുതലെടുക്കാൻ വരുന്നില്ല എന്നിടത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ച ആരംഭിക്കുക. അത് ആരംഭിക്കേണ്ടത് കോൺഗ്രസ്സാണ്. പക്ഷേ കോൺഗ്രസ്സിന് ആരംഭിക്കാൻ കഴിയുന്നില്ല എന്നിടത്താണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംശുദ്ധിയെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ രീതികളെക്കുറിച്ചും അല്ലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ പരിമിതികളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാക്ക് രാധാകൃഷ്ണൻ, കോവിഡ് കാലത്ത് അദാനി, അതേപോലെ കോവിഡ് കാലത്ത് കോടിക്കണക്കിന് പേർക്ക് ജീവനും നഷ്ടപ്പെട്ടപ്പോഴും കോർപ്പറേറ്റ് കടങ്ങൾ എഴുതി തള്ളിയ BJPയെ ആത്മാർത്ഥമായി വിമർശിക്കാൻ, ഉള്ളിൽ തട്ടി വിമർശിക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്തത് ഇതിൻ്റെ മറ്റൊരു അത് കേരളത്തിലെ ഈ കരുവന്നൂരോ മാസപ്പടിയുടെയോ മറ്റൊരു രൂപമാണ്. കാരണം
റോബർട്ട് വധേരിയും ചിദംബരവും അടക്കമുള്ള ആളുകളുടെ സുതാര്യതയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കരിമണൽ കർത്ത, നേരത്തെ പറഞ്ഞ ചാക്ക് രാധാകൃഷ്ണൻ തുടങ്ങിയവ നിയന്ത്രിക്കുന്ന സമാന്തര സമ്പദ് വ്യവസ്ഥ ഇവിടെ ഉണ്ടാവേണ്ടത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിങ്, തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന ഫണ്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത് ഇല്ലാതാവേണ്ട, അത് പൂർണ്ണമായും സുതാര്യമാവണമെന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചിന്തിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ തിരഞ്ഞെടുപ്പ് ചെലവിൽ നിന്നും നമ്മൾ ആരംഭിക്കേണ്ടത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റ് മുതൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വരെ ഫണ്ടിങ് ഏറ്റവും അധികം ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് CPM തന്നെയാണ്. ഹമാസ് ഇവിടെ കേരളത്തിൽ കോഴിക്കോട് നടത്തിയ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവയുടെ ഫണ്ടിങ് വലിയ രീതിയിൽ ലഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ, അത് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിങ്ങിന് ഇലക്ട്രൽ ബോണ്ട് പോലെ സംവിധാനം ആവശ്യമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. എന്നാൽ BJP പോലെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത BJP പോലൊരു സംഘടനയ്ക്കോ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിനോ വലിയ രീതിയിൽ ഇത്തരം ഒരു ഫണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പ്രത്യേകിച്ചും കോൺഗ്രസിന് മുസ്ലിം ലീഗ്, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് ജമാഅത്ത് ഇസ്ലാമി പോലൊരു സംഘടനയുമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒന്നുകിൽ ആ വഴി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുകയോ ചെയ്യാനുള്ള ഒരു പരിമിതിയുണ്ട്, ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കുന്ന പോലെ വലിയ രീതിയിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഒരു ഫണ്ട് കോൺഗ്രസ് പോലൊരു ദേശീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നൊരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് സ്വീകരിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ഈ ഫണ്ടുകൾ എന്ന് പറയുന്നതിൽ തിരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട കരിമണൽ കർത്തയുടെ കാര്യമായാലും ഇലക്ട്രൽ ബോണ്ടുകളായാലും അത്തരം ഒരു അഴിമതി വിഷയം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആത്മാർത്ഥയോടെ ഏറ്റെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് ഒരു ആഗോള പ്രതിഭാസമാണ്. ഇപ്പോൾ നമുക്ക് മരുന്ന് കമ്പനികളും അമേരിക്കയുടെ തോക്കിൻ്റെ ലൈസൻസും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പ്ലാച്ചിമടയായാലും അതെല്ലാം ചേരുന്നൊരു സാമ്പത്തിക യാഥാർത്ഥ്യമാണ്. തോക്കുകളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും പ്ലാച്ചിമടയും ബിൽഗേറ്റ്സിൻ്റെ ദീനാനുകമ്പയും ഒക്കെ ചേരുന്ന മരുന്ന് കമ്പനികളെ എന്ത് നിർമ്മിക്കണം, എത്ര അളവിൽ നിർമ്മിക്കണം, ഏത് രീതിയിൽ വിതരണം ചെയ്യണമെന്നൊക്കെ നിയന്ത്രിക്കാൻ അധികാരമുള്ള ബിൽഗേറ്റ്സിനെ പോലൊരു മാനുഷിക മൂല്യങ്ങൾക്ക് ഒരു പരിഗണനയും കൊടുക്കാത്തൊരു വ്യക്തി ഒരു ദീനാനുകമ്പയുടെ പ്രതിരൂപമായി വാഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. യൂസഫ് അലി അടക്കമുള്ള ദൂബൈ ചമ്മണൂരടക്കമുള്ള വലിയ ബിസിനസ് ശക്തികൾക്ക് വലിയ പ്രാധാന്യം കേരളത്തിൽ ലഭിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഇവരുടെയൊക്കെ ഉദ്ദേശങ്ങളെക്കുറിച്ച് അവരുടെയൊക്കെ സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുകളോ കരിമണൽ കർത്തയൊക്കെ അഴിമതി ആവാത്തതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ പദവി നഷ്ടപ്പെടുമെന്നുള്ളതും കേരളത്തിലെ സീറ്റുകൾ ആര് ജയിച്ചാലും പ്രതിപക്ഷത്തിന് മുന്നിൽ ചേരുമെന്നുള്ളതൊക്കെ എല്ലാം തന്നെ മുസ്ലിം വോട്ടുകളെ എന്നിടത്തു നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ കോൺഗ്രസ് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പിണറായി അവതരിപ്പിക്കുന്നതും വെൽഫെയർ പാർട്ടിയെ പരസ്യമായിട്ട് കോൺഗ്രസിന് പിന്തുണ നൽകുന്നുമില്ല നമുക്ക് കാണാൻ കഴിയും. അത്തരം ഒരു ഘട്ടത്തിൽ മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു ചെല്ലുമോ എന്നൊരു സംശയം കോൺഗ്രസിനാണ് നൽകുക എന്ന് പരസ്യമായി ഇത്തരം സംവിധാനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഒരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ശക്തി സ്രോതസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയായ മുസ്ലിം വോട്ടുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രാധാന്യം കൊടുക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് പാലസ്തീൻ വിഷയമായാലും CAA ആയാലും അതിൻ്റെ ഉൾപ്പിരിവുകളിലേക്ക് കടക്കാതെ അതിലെ ജനാധിപത്യമോ ജനാധിപത്യ വിരുദ്ധതയോ അതിൻ്റെ ആവശ്യകതയോ അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ അതൊരു മുസ്ലിം വോട്ട് ലഭിക്കുന്നൊരു വിഷയമായി മാത്രം കണ്ടുകൊണ്ട് പിണറായി ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ഷാഫി പറമ്പിലിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഷാഫി പറമ്പിലിന് മതേതര മുഖം നഷ്ടപ്പെടുന്നതും ഷാഫി പറമ്പിലൂടെ മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് ഏറ്റെടുക്കുന്നതും വടകരയിലൂടെ മുസ്ലിം ലീഗ് കോൺഗ്രസിൽ ശക്തി പ്രാപിക്കുന്നതുമെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും.
അതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാകുന്ന നഷ്ടം, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലൊരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് മതേതര മുഖം നഷ്ടപ്പെടുന്ന പോലെ നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചർച്ച ആരംഭിക്കുന്നത് രണ്ട് ഘട്ടത്തിൽ. ഒന്ന്, മാധ്യമങ്ങൾ ഏത് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ അതിപ്രസരമുള്ളൊരു മാധ്യമ സംസ്കാരം. രണ്ട്, തിരഞ്ഞെടുപ്പ് ചെലവുകൾ, അതുമായി ബന്ധപ്പെട്ട അഴിമതി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം. മൂന്നാമത്തേത് മത വോട്ടുകൾ, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ സംഘടിതമായൊരു വോട്ട് ശക്തിയായ മുസ്ലിം വോട്ടുകൾ. ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഉള്ള പോലെ തന്നെ ജാതീയത ഉൾപ്പിരിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സംഘടിതമായൊരു വോട്ട് ശക്തിയായി ഏറ്റവും പെട്ടെന്ന് ഒന്നിച്ചു ചേർക്കാൻ കഴിയുന്ന ഒരു മുസ്ലിം വോട്ടുകളെ ഏറ്റവും ശക്തമായി സ്വന്തമാക്കുക എന്നുള്ള, ഏറ്റവും വേഗത്തിൽ ഏറ്റവും ആഴത്തിൽ സ്വന്തമാക്കുക എന്നുള്ള തന്ത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെയും പയറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം രീതിയിൽ പയറ്റാൻ കോൺഗ്രസിന് വലിയ ഒരു പരിമിതിയുണ്ട്. ദേശീയ പാർട്ടി എന്ന നിലയിൽ തന്നെ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ മുഴുവൻ ശക്തമായ പാർട്ടി എന്ന് നമുക്ക് പറയാം. ഇന്നും ഒരു ശക്തമായ, ഇന്ത്യയിലെമ്പാടും ശക്തമായ വേരുകളുള്ള പാർട്ടി എന്ന നിലയ്ക്ക് വിശ്വാസിയും അവിശ്വാസിയും മതനിഷേധിയും ഈഴവനും പുലയനും ഉന്നത ജാതിക്കാരനും ബ്രാഹ്മണനും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ വോട്ട് ബേസിനെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ നടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി പിണറായി ചെലുത്തുന്ന ഈ സമ്മർദ്ദത്തെ എത്രമാത്രം അതിജീവിക്കാൻ കഴിയും എന്നിടത്താണ് മുസ്ലിം വോട്ടുകളുടെ ഗതി നിർണ്ണയിക്കുന്നത്. അത് സമസ്തയുടെ നിലപാടുകളെല്ലാം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കണം. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളെ കോൺഗ്രസിന് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ്. ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നൊരു നേതൃനിര കോൺഗ്രസ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശശി തരൂരിനെ പോലൊരു വ്യക്തിയുടെ ഒരു വിശ്വാസ്യതയും മികവിനെയും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച നേതാവോ പരിമിതികളില്ലാത്ത നേതാവോ ആണ് ശശി തരൂർ നമ്മൾ പറയുന്നത്. മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നു ശശി തരൂരിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരിമിതിയെക്കുറിച്ചും. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരാൾ നേതാവായി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കാൻ പോകുന്ന നേതൃപ്രതിസന്ധിയെക്കുറിച്ചും കേരളത്തിലെ AC വേണുഗോപാൽ അടക്കമുള്ള ഉപജാപകർക്ക് സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ചുമെല്ലാം കോൺഗ്രസ് നേതൃത്വം വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെ ഒരു എല്ലാ വിഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായ ആളുകളിലേക്ക് എത്താൻ കഴിയുന്ന നേതാവിനെ മുന്നിൽ നിർത്തുന്നില്ല കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സമ്മർദ്ദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദവും BJP ഇന്ത്യയിൽ ചെലുത്തുന്ന സമ്മർദ്ദമൊക്കെ അതിജീവിക്കാൻ കോൺഗ്രസ് എത്രമാത്രം കഴിയുമെന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കും. ഈ മുസ്ലിം വോട്ടുകൾ എന്നൊരു സമ്മർദ്ദം BJPക്ക് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകളും ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമാണ് BJP ലക്ഷ്യമിടുന്നത്. പക്ഷേ BJPക്കും ശ്രദ്ധിക്കേണ്ടത്, മോഡി എന്നൊരു വ്യക്തിയിലേക്ക് BJP ചുരുങ്ങുകയാണ്. മോഡി ഇല്ലാത്തൊരു കാലം വരുമ്പോൾ, മോഡി സ്ഥാനഭ്രഷ്ടനാവുകയോ മറ്റോ ചെയ്യുമ്പോൾ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വെള്ളാപ്പള്ളിയും അടക്കമുള്ള ആളുകളെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും കോൺഗ്രസ് BJP നേതൃത്വത്തിന് എന്നുള്ളത് വളരെ സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്യുന്നത്. കാരണം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് യൂറോപ്പും അമേരിക്കയും മോഡിയെ കാണുന്നത്. നമ്മളത് മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ ഒരു ക്രിമിനലായിട്ട് മോഡിയെ വിലയിരുത്തിയ അതേ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെയാണ് BBC-യുടെ വിലക്കിന് ശേഷവും മോഡിക്ക് വലിയ രീതിയിലൊരു ഒരു പിന്തുണ നൽകുന്നത്. അപ്പോൾ ആ ഒരു പിന്തുണയും ആ ഒരു സ്വീകാര്യതയും യോഗി ആദിത്യനാഥിനും അമിത്ഷായ്ക്ക് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്കിടയിൽ തന്നെ പള്ളപ്പിണക്കൾ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യം. അപ്പോൾ വ്യക്തികളിലേക്ക് ചുരുങ്ങുകയോ അല്ലെങ്കിൽ നേതൃദാരിദ്ര്യം അനുഭവിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എത്ര കാലം ഇത്തരം ആഭ്യന്തര സമ്മർദ്ദങ്ങളെ, അത് മതജാതി സംഘടനകളാവാം, വൈകാരികമായ വിഷയങ്ങളാവാം, ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ശേഷമുള്ളൊരു കാലഘട്ടം തെളിയിക്കും. കാരണം നേരത്തെ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിലെ ബന്ധങ്ങൾ, സംഭവവികാസങ്ങൾ, അത് റഷ്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ ആക്രമണമാവാം, അല്ലെങ്കിൽ സിഡ്നിയിൽ നടക്കുന്ന ആക്രമണമാവാം, ആഗോളതലത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമാവാം, ഇതെല്ലാം ചരക്ക് ഗതാഗതം മുതൽ പെട്രോൾ മുതൽ മതതീവ്രവാദം വരെയുള്ള വിഷയങ്ങളെ നേരിട്ടും അല്ലാതെയും സ്പർശിക്കുന്നു. ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്വാധീനം വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ചും കൂടുതൽ വിശാലമായ ലോകം ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ രാജ്യം വിട്ടു പോകുന്നു. ഒരു
ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കുടിയേറ്റം തന്നെ, കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം തന്നെ യൂറോപ്പും ഗൾഫെല്ലാം താണ്ടി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്തുന്നു. സമ്പന്ന വർഗത്തിനോ അല്ലെങ്കിൽ അതിസമ്പന്ന വർഗത്തിനോ മാത്രം പോകാൻ കഴിയുന്ന ഇടമാണ് യൂറോപ്പ്, അമേരിക്ക എന്നുള്ള ധാരണകൾ മാറുന്നു. കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലെ ഇടത് അതിപ്രസരം കാരണം രാജ്യം ഉപേക്ഷിച്ച് പോകുന്നവർ, മികച്ച വിദ്യാഭ്യാസം മികച്ച ജോലിക്കോ വേണ്ടി പോകുന്നവർ, അവരുടെ എണ്ണം വർദ്ധിക്കുന്നു. സാമ്പത്തിക വാട്സപ്പോ ഫേസ്ബുക്കോ മാത്രം ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ മാത്രം വാർത്തകൾക്കായി ആശ്രയിക്കുന്ന ഒരു വലിയ കൂട്ടം ഉയർന്നു വരുന്നു. ഇത്തരം വോട്ട് ബാങ്കുകൾ, ഇത്തരം ആളുകൾ, ഇത്തരം ഒരു വലിയ സമൂഹം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾക്ക് വലിയ മാനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ജാതി, രാഷ്ട്രീയ, മത സമവാക്യങ്ങൾക്കെല്ലാം അപ്പുറം ഇത്തരം വിഷയങ്ങളും, അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണമാവാം, റഷ്യ യുക്രൈൻ യുദ്ധമാവാം, അതുവഴി സൃഷ്ടിക്കുന്ന എണ്ണയുടെ വിഷയമാണ്. നേരത്തെ പറഞ്ഞ BJP നേരത്തെ ആ ഒരു തിരിച്ചറിവിലേക്ക് BJP എത്തേണ്ടിയിരിക്കുന്നു. VP സിംഗും NTRും കരുണാനിധിയും മുതൽ YSRും KC വേണുഗോപാലും വരെയുള്ളവർ ചിഹ്ന ഭിന്നമാക്കി കഷ്ടങ്ങളാക്കിയെടുത്തൊരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. ആ തിരിച്ചറിവിലേക്ക് BJPയും എത്തേണ്ടിയിരിക്കുന്നു. ഇത്തരം സമ്മർദ്ദ ഗ്രൂപ്പുകൾ, ഇത്തരം പ്രാദേശിക ഗ്രൂപ്പുകളെ, പ്രാദേശിക ഘടകങ്ങളെ വോട്ടിനു വേണ്ടി ആശ്രയിക്കുമ്പോൾ ഭാവിയിൽ ഇസ്ലാമിക തീവ്രവാദത്തിനായുള്ളൊരു പോരാട്ടം ആവശ്യമില്ല എന്ന് വരുന്നൊരു ഘട്ടത്തിൽ, മോഡി ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഇതെല്ലാം എങ്ങനെ ബാധിയാവുമെന്ന് BJP ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ ദളിത് വോട്ടുകൾ മുതൽ ശിവസേന അടക്കമുള്ള ഘടകകക്ഷികൾ മതേതരക്കാരായിട്ട് പരിഗണിക്കുന്ന കോൺഗ്രസ്സിന് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളെ ആകർഷിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദുത്വത്തെ എതിർക്കുന്നു എന്ന് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ പറഞ്ഞ BJP പറഞ്ഞ പോലത്തെ ഒരു BJPയുടെ സമാനമായൊരു ഒരു സാഹചര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഏകദേശം മുസ്ലിം പാർട്ടി മാത്രമായി മാറിക്കഴിഞ്ഞ BJPക്ക് ആ സംഘടിതമായ വോട്ട് ബാങ്കിനെ മാത്രം പ്രീണിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ ഒരു ചിന്ത എത്രമാത്രം കോൺഗ്രസിനെ ബാധിക്കുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ പോകുന്ന ഘടകം. അവിടെയാണ് നമ്മൾ BJPയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരേണ്ടത്. കേരളത്തിൽ എത്രമാത്രം സീറ്റുകൾ ലഭിക്കാൻ കഴിയും, എത്രമാത്രം വോട്ട് ഷെയർ ലഭിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് BJP പ്രായോഗികമായ കണക്കുകൂട്ടലുണ്ട്. ശക്തമായ സ്ഥാനാർത്ഥി BJP ശക്തമായ സ്ഥാനാർത്ഥി നിർത്തുന്നിടത്തെല്ലാം BJPയുടെ പരാജയം ഉറപ്പുവരുത്താൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അത് ശ്രീധരൻ്റെ കാര്യമെടുത്താലും ഇപ്പോൾ എറണാകുളത്ത് നിർത്തിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ കാര്യമെടുത്താലും നമുക്കത് അറിയാവുന്നതാണ്. ഇപ്പോൾ പ്രതാപനെ മാറ്റി K മുരളീധരൻ വരുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ BJPയുടെ ഉദ്ദേശം വോട്ടുകളാണോ അതോ സാന്നിധ്യം ഉറപ്പിക്കലാണോ, ഭാവിയിലേക്കുള്ളൊരു സാന്നിധ്യം ഉറപ്പിക്കലാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരമൊരു രീതിയാണ് BJP എല്ലാ കാലത്തും അവലംബിച്ചിട്ടുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ കാര്യമായാലും അത്തരം രീതിയാണ് BJP അവലംബിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് ശക്തി തെളിയിക്കുക എന്നുള്ളതിനേക്കാൾ ആഴത്തിൽ ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളൊരു തന്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അതിന് BJPക്ക് വെല്ലുവിളി എന്ന് പറയാവുന്നത് ആം ആദ്മിയാണ്. കാരണം അഭ്യസ്തവിദ്യരായ ആം ആദ്മി പാർട്ടി, അഭ്യസ്തവിദ്യരായ ആളുകൾ, പുരോഗമന കാഴ്ചപ്പാടുള്ള ആളുകൾ, മതേതര കാഴ്ചപ്പാടുള്ള ആളുകൾ, കലാകാരന്മാരും ശാസ്ത്രജ്ഞരും അടക്കമുള്ള ആളുകളുടെ വോട്ടുകൾ ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ആ ഇടതുപക്ഷ പ്രസ്ഥാനം പൂർണ്ണമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി അധപ്പതിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഒരു വലിയ അളവോളം BJP കണ്ടിരിക്കുന്നു. അത് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ, ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള പേടിയേക്കാൾ കൂടുതൽ ഒരു ശക്തമായ നേതൃനിര BJPക്ക് ഉണ്ട് എന്നും ആ നേതൃനിരയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യത ഉണ്ട് എന്നുള്ള തോന്നൽ സൃഷ്ടിക്കാൻ മോഡിക്ക് കഴിഞ്ഞതുകൊണ്ടുണ്ട്. ആ ഒരു വോട്ട് ബേസാണ് വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നത്. കെജ്രിവാൾ ഒരു വലിയ വേദനയായിട്ട്, വലിയൊരു ചതിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറിയിരുന്നു.
വലിയ പ്രതീക്ഷകൾ നൽകിയൊരു വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനെ അധപ്പതിക്കും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അറസ്റ്റ് ചെയ്ത് നമ്മൾ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ BJPക്ക് ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴും ഒരു ബദൽ ആയി ഉയർന്നു വന്നൊരു മനുഷ്യൻ വെറും ഒരു രാഷ്ട്രീയക്കാരനെ അധപ്പതിക്കും നമ്മൾ കാണുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് വലിയ എതിരാളിയാണ് എന്നുള്ളത് BJP അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ BJP ഭയപ്പെടുന്നത്, കോൺഗ്രസിനെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ BJP ഭയപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയാണെന്നുള്ളത് ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള BJPയുടെ നടപടിയിൽ നിന്ന് വ്യക്തപ്പെടും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ വോട്ട് ബേസ് ആരാണെന്നുള്ളതാണ്. അഭ്യസ്തവിദ്യരായ ആളുകളും പുരോഗമന കാഴ്ചപ്പാടുള്ള ആളുകളും ആ ആളുകളെ ചെങ്കോലായാലും പശുവിൻ്റെ പേരുള്ള കൊലപാതകമായാലും ഇതെല്ലാം എത്രമാത്രം അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നു, ഇതിലെല്ലാം അപ്പുറം ഞങ്ങളൊരു മതേതര കാഴ്ചപ്പാടുകൾ പുലർത്തുന്നു എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നു എന്നിടത്താണ് മോഡിയുടെ ഒരു കഴിവുള്ളത്. ആ കഴിവ് ഇല്ലാതെയാകുന്ന സമയത്ത്, മോഡിയുടെ ആ സാന്നിധ്യം ഇല്ലാതാകുന്ന സമയത്ത് BJPക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾക്ക് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എത്രമാത്രം വിശ്വസനീയമായി മോദിക്ക് നിലനിൽക്കാൻ കഴിയുന്നു. അത് സഞ്ജയ് ഭട്ടിൻ്റെ അറസ്റ്റായാലും സാക്ഷി മാലിക് അടക്കമുള്ള ഒരു അനുഭവങ്ങളായാലും കർഷക സമരമായാലും ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യയുടെ മതേതരത്വത്തെയും ഭരണഘടനാ സംവിധാനങ്ങളെയൊക്കെ പരിഹസിക്കുന്ന വിധത്തിലുള്ള നടപടികൾ എടുത്തിട്ടും PT ഉഷ മുതൽ സച്ചിൻ ടെണ്ടുൽക്കർ വരെയുള്ള ആളുകൾ രാഷ്ട്രീയ ലാഭമോ സാമ്പത്തിക ലാഭമോ വലിയ രീതിയിൽ ഉന്നം വയ്ക്കാത്ത ആളുകൾ നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ പോലും എന്തുകൊണ്ട് ആ ഒരു സംവിധാനം BJP എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ മോഡി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കോൺഗ്രസ് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വോട്ട് ബാങ്ക്, പുരോഗമന കാഴ്ചപ്പാടുള്ള അഭ്യസ്തവിദ്യരായ ആളുകളുടെ കാഴ്ചപ്പാട്, ആ വോട്ടുകൾ ആം ആദ്മി പാർട്ടി ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ക്ഷീണം തട്ടുമ്പോൾ പൂർണ്ണമായും BJPയിലേക്ക് എത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാസയും നേരത്തെ പറഞ്ഞ കാസയും RSSും നിലയുറപ്പിച്ചിരിക്കുന്ന പ്രതലമേതാണ്. എങ്ങനെയാണ് അബ്ദുൽ നാസർ മതേതരനാവുന്നത്? അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ, ഇറാന് വേണ്ടി വാദിക്കുന്ന വീഡിയോ, ഇതെല്ലാം എന്ത് ചിത്രമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിശകലനം ചെയ്യും. അവിടെയാണ് നമ്മൾ സാക്ഷി മാലിക്കിനെ കാണാൻ പോകാൻ തയ്യാറില്ലാത്ത PT ഉഷയിലേക്കും സച്ചിൻ ടെണ്ടുൽക്കറിലേക്ക് നമ്മൾ എത്തുന്നത്. എങ്ങനെ അത് സംഭവിക്കുന്നു? ഇന്ത്യയിലെ എമ്പാടും ദിലീപിന് വേണ്ടി സംസാരിക്കുന്ന മോഡി ഭക്തന്മാർ, ജോസഫ് മാഷിന് നൽകാത്ത നീതി ഫ്രാങ്കോയ്ക്ക് നൽകുന്നവർ BJPയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, അത് നിവൃത്തികേട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. എല്ലാ കാലത്തും അരികുകളിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ വലിയ രീതിയിൽ മതേതര കാഴ്ചപ്പാടോ പുരോഗമന കാഴ്ചപ്പാടോ പുറത്താത്ത, ജനാധിപത്യത്തോട് വലിയ പ്രതിപത്തി ഇല്ലാത്ത ഇത്തരം സംവിധാനങ്ങളെല്ലാം വലിയ രീതിയിൽ BJPയിലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ളതിന് വലിയ കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ അബ്ദുൽ നാസർ മദനി മുതൽ ഉമർ ഫൈസി മുക്കം മുതൽ അനിൽ മുഹമ്മദിൻ്റെ വീഡിയോകൾ വരെയുള്ള സംവിധാനങ്ങൾ. ഏറ്റവും ആ വോട്ട് ബേസ്, BJPയുടെ വോട്ട് ബേസിൽ ഇവരാരും ഉൾപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ വോട്ട് ബേസിലേക്ക് BJP കടന്നു ചെല്ലുമെന്ന് പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത കാസ അടക്കമുള്ള വോട്ട് ബേസുകൾ, ഫ്രാങ്കോയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ബിഷപ്പുമാർ അടക്കമുള്ള ആളുകൾ BJPയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നുള്ളത് കോൺഗ്രസ് എങ്കിലും വിലയിരുത്തേണ്ടിയിരിക്കും. കാരണം ദേശീയതയും പൈതൃകവും ചരിത്രവും എല്ലാം മിത്തുകളെ ശാസ്ത്രത്തിൽ പൊതിഞ്ഞ് അത്തരം രീതിയിലേക്ക് വരികയാണ്. അതായത് ദേശീയതയായാലും പൈതൃകമായാലും ചരിത്രമായാലും അത് മിത്തിലും ശാസ്ത്രത്തിലും എല്ലാം പൊതിഞ്ഞ് പരസ്പരം വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകൾ, BJP ലക്ഷ്യമിടുന്ന വോട്ടുകൾ, BJP ലക്ഷ്യമിടാത്ത ഏതൊക്കെ വോട്ടുകൾ BJPക്ക് കിട്ടുന്നു? അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ കാണുന്നവരെ വോട്ട് മാത്രം മതിയോ എന്നുള്ള ധാരണയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്തേണ്ടതും ആ വോട്ടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ഒരു ബദൽ എന്നുള്ള പോരാട്ടത്തിൻ്റെ പേരിൽ തങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ധാരണയിലേക്ക് കോൺഗ്രസും എത്തേണ്ടത് ആ ഒരു ഘട്ടത്തിലാണ്. കാരണം ജനിതഘടന മുതൽ ഭക്ഷണത്തിൽ വരെ വൈവിധ്യമുള്ള ഒരു സാംസ്കാരിക ഭൂമികയാണ്. അണക്കെട്ടുകളും ജലവിതരണവുമെല്ലാം ഭാഷയുടെ പേരിൽ തർക്ക വിഷയമാവുന്ന ഒരു സംവിധാനമാണ് ഇവിടെ. ആഭ്യന്തര കുടിയേറ്റവും ഭൂരിപക്ഷവാദവും ഉത്തേജിപ്പിക്കുന്ന ഒരു നാടാണ്. കാശ്മീരിലും മേഘാലയയിലുമുള്ളത് വ്യത്യസ്ത വിഷയങ്ങളാണ്.
മണിപ്പൂരിൽ നടക്കുന്ന സംഭവത്തിന് കർണാടകയിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന സ്വാധീനം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമോ? കാശ്മീരിൽ നടക്കുന്ന സംഭവത്തിന് കേരളത്തിൽ അതോ തമിഴ്നാട്ടിലോ സൃഷ്ടിക്കുന്ന സ്വാധീനം ബംഗാളിൽ സൃഷ്ടിക്കാൻ കഴിയുമോ? ഇതെല്ലാം ഇത്തരം വൈവിധ്യങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ എന്നിടത്താണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. കാരണം ഇന്ത്യയുടെ വൈവിധ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണിത്. ഈ വൈരുദ്ധ്യവും പ്രജാക്ഷേമ തൽപരനായ ദുര്യോധനൻ, രാമായണത്തിലെ വില്ലൻ കഥാപാത്രം, ആ ദുര്യോധന ക്ഷേത്രമുള്ളൊരു നാടാണ്. അത് തെളിയിക്കുന്നത് ആ വൈവിധ്യത്തെയാണ്. നേരത്തെ മുമ്പൊരു വീട് നമ്മൾ പറഞ്ഞിരുന്നു, പൂവും കള്ളും നിവേദ്യങ്ങളായി നൽകുന്ന അമ്പലങ്ങൾ, വിശേഷ ദിവസങ്ങളിൽ ഇറച്ചി കഴിക്കുന്നവരും ഇറച്ചി കഴിക്കാത്തവരും, രക്തം ദുഷകരമായി കാണുന്ന ഒരു സംവിധാനമുണ്ട്, കുരുതി അനിവാര്യതയായി കാണുന്ന സംവിധാനമുണ്ട്. ഈ വൈവിധ്യം ഹിന്ദുമതത്തിൽ തന്നെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ വൈവിധ്യത്തെ എത്രമാത്രം കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബി ജെ പിക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കാരണം ബി ജെ പി ഒരു മതരാഷ്ട്രവാദികളായ ഒരു രാഷ്ട്രീയ സംവിധാനം. ഇന്ന് കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുമോ? പ്രജാക്ഷേമ തൽപരനായ ഒരു വ്യക്തിയെ അയാളുടെ പ്രജകളുടെ ക്ഷേമത്തിന് അയാൾ കൊടുക്കുന്ന പരിഗണനയുടെ പേരിൽ അയാളെ മികച്ച ഭരണാധികാരിയായി വാഴ്ത്താൻ കഴിയുമെന്ന വിധം ഉന്നതമായ ചിന്തകളുള്ള ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത്. ശ്രീരാമനോളം തന്നെ പ്രജാക്ഷേമ തൽപരനാണ് ദുര്യോധനൻ എന്നിടത്താണ് നമ്മൾ ഇന്ത്യയിലെ വൈവിധ്യങ്ങളിലേക്കും ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മനസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെ ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറം തൻ്റെ കർമ്മം ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന വ്യക്തിക്ക് വലിയ ഒരു പരിഗണന നൽകുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് മോഡിക്കും കോൺഗ്രസിനും ഒരേപോലെ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട, മോഡിയും കോൺഗ്രസും വളരെ വേഗത്തിൽ വളരെ അത്യാവശ്യം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇന്ത്യയുടെ വൈവിധ്യത്തിനൊരു പ്രതീകമാണ്. നേരത്തെ പറഞ്ഞ പോലെ മേഘാലയയും കാശ്മീരും നോർത്ത് ഈസ്റ്റിലെ അതിർത്തി പ്രശ്നമല്ല കാശ്മീരിലെ അതിർത്തി പ്രശ്നം, കാസർഗോഡ് അതിർത്തി പ്രശ്നമല്ല വാളയാറിലെ അതിർത്തി പ്രശ്നം. അതേ ഉൾക്കാഴ്ചയോടെ നമ്മൾ ഈ വിഷയത്തിൽ അഭിമുഖീകരിക്കേണ്ടത്. സവർണ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളായ ബി ജെ പിയിൽ നിന്നും രക്ഷ തേടിയാണ് ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലും എല്ലാം ക്രൈസ്തവ സഭകളിലേക്ക് ദളിതരായ ആളുകൾ ബി ജെ പി എത്തുന്നതോടെ ഈ ക്രൈസ്തവ വോട്ടുകൾ കൂടി ഭീഷണിയുടെയോ ഭയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഈ വോട്ടുകളും ബി ജെ പിയിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൈവിധ്യത്തെ അംഗീകരിക്കാൻ ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെയാണ് ഉത്തരം ലഭിക്കേണ്ടത്. ഈ വൈവിധ്യത്തെ ക്രൈസ്തവനും ദളിതനും എല്ലാം ഉൾപ്പെടുന്ന ഒരു വൈവിധ്യത്തെ അംഗീകരിക്കാൻ കഴിയുന്ന വിധമുള്ളൊരു പദ്ധതി ബി ജെ പിക്ക് തയ്യാറാക്കാൻ കഴിയുമോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാകുമ്പോൾ തന്നെ അതിന് മോഡി ശ്രമിക്കും എന്ന് പറയാൻ കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഒരു മികച്ച പ്രതിച്ഛായ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അത് ഗുജറാത്ത് കൂട്ടക്കൊലയായാലും സഞ്ജയ് ഭട്ടിനെ ജയിലിട്ടായാലും ബിൽക്കീസ് ബാനുവിൻ്റെ സംഭവമായാലും ഇതെല്ലാം നടക്കുമ്പോഴും ഇതൊന്നും അല്ലാത്തൊരാളാണ് താഴ്ന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇത്തരം വൈവിധ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് മോഡി തിരിച്ചറിയുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള മോഡിയുടെ ബന്ധമാവാം, പോപ്പിനുമായിട്ടുള്ള മോഡിയുടെ ഇടപെടലാവാം, ഒരു അന്താരാഷ്ട്ര മതേതര പ്രതിച്ഛായ ആഗോളതലത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം തിരിച്ചറിയേണ്ടത്. പശുവിനെ കൊല്ലുന്നവനെയും ബ്രജഭൂഷണെയും ഒരുപാട് കാലം ചുമക്കാനാവില്ലെന്നും ബി ജെ പി തിരിച്ചറിയുന്നത് പോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ ഹിന്ദു ക്രിസ്ത്യൻ സംഭവങ്ങൾ അകലും എന്നുള്ളത് കോൺഗ്രസും തിരിച്ചറിയുന്നു. ഒരു വലിയ അളവോളം കേരളത്തിന് പുറത്തത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്ന് വേണം കോൺഗ്രസിൻ്റെ ചില നടപടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനെ ഒരു സമ്മർദ്ദമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉപയോഗിക്കുമ്പോൾ പോലും അതിപ്പോൾ പച്ചക്കൊടിയുടെ കാര്യമാവാം, രാമക്ഷേത്രമാവാം, CAA ആവാം, ഇന്ത്യ എമ്പാടുമുള്ളൊരു പാർട്ടിയാണ് തങ്ങളും തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതും ഒരു വലിയ അളവോളം മുസ്ലിം വോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന് വേണം നമുക്ക്, അല്ലെങ്കിൽ അതിന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. നേരത്തെ പറഞ്ഞ പോലെ ജനാധിപത്യവും പ്രതിപക്ഷവും അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നരേന്ദ്രമോദി എത്തിയാണ്. ജനാധിപത്യവും പ്രതിപക്ഷവും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഏത് പ്രസ്ഥാനമാണ് എന്ന്
ഇന്ത്യ വിലയിരുത്തും, മലയാളി വിലയിരുത്തും. അത് മൈക്കിനോട് കലഹിക്കുന്ന മോഡിയാണോ, പിണറായിയാണോ, മൈക്കിൽ പരസ്പരം തെറി വിളിക്കുന്ന KPCC പ്രസിഡൻ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കും. എന്നാൽ പരസ്പരം തെറി വിളിച്ചിട്ടും ഒരു സഖ്യമായി തുടരാൻ, അകം വേവുന്നത് പുറം അറിയുന്ന ഒരു സംവിധാനമായി തുടരാൻ കഴിയുന്ന KPCC പ്രസിഡൻറ്റിൻ്റെ പ്രസ്ഥാനത്തിലല്ലേ ജനാധിപത്യം എന്നൊരു വ്യക്തി ചിന്തിച്ചാൽ അതിന് നമുക്ക് ഒരു കുറ്റം പറയാൻ കഴിയും. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ബഹുസ്വരത അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇവിടെയാണ് ചേരും. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബേസ്, BJPക്ക് സാധാരണയായി കിട്ടാത്ത വോട്ട് ബേസ്, ഈ വോട്ട് ബേസുകളിലേക്ക് എല്ലാം കടന്നു ചെല്ലേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കും. മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ കുടിയേറ്റം വോട്ടിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് കുടിയേറ്റം എങ്ങനെ വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുന്നു, കലാലയ രാഷ്ട്രീയം മുതൽ സർവകലാശാലകളുടെയും സാഹിത്യ സാംസ്കാരിക വേദികളുടെയും ഇടതുപക്ഷവൽക്കരണം എങ്ങനെ ബാധിക്കുന്നു, വ്യാവസായിക സൗഹൃദമല്ലാത്ത അന്തരീക്ഷം, തൊഴിലും വിദ്യാഭ്യാസവും തേടിയുള്ള ഒരു കുടിയേറ്റത്തെ എങ്ങനെ സൃഷ്ടിക്കുന്നു, തൊഴിലാളികൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ, അത് നൽകുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്, കർണാടകയിലെ ജലക്ഷാമം നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്, വെല്ലുവിളി എന്തൊക്കെയാണ്, സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നതുകൊണ്ട് അതോടൊപ്പമാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ബദൽ സംവിധാനം, ഇതിൻ്റെ മറ്റൊരു വിഭാഗമാണ്, അല്ലെങ്കിൽ മറ്റൊരു തലമാണ് കേന്ദ്രത്തിൽ. അവിടെ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുമെല്ലാം വലിയൊരു വോട്ട് ബാങ്കായി ഒഴിഞ്ഞു വരാനൊരു സാധ്യത നമ്മൾ മനസ്സിലാക്കിയത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശക്തമായൊരു നേതൃശേഷിയുള്ള ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന കരിസ്മാറ്റിക് എന്നുള്ള ഇംഗ്ലീഷ് പറയുന്ന രീതിയിലുള്ള നേതാവ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉയർന്നു വരുന്നില്ല എന്നൊരു ഘട്ടത്തിൽ കർഷകരും മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും മതജാതി സംഘടനകളെ പോലെ ഒരു വോട്ട് ബാങ്കായി ഉയർന്നു വരികയും അവരിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ ആളുകൾ മറ്റൊരു ആം ആദ്മി പാർട്ടിയായിട്ടോ കേരളത്തിൽ 2020 ആയോ ഉയർന്നു വരാനുള്ള സാധ്യത കോൺഗ്രസും BJPയും വലിയ രീതിയിൽ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഭ്യസ്തവിദ്യരായ ആളുകളെയും രാഷ്ട്രീയ പശ്ചാത്തലം താരതമ്യേന കുറവുള്ള ആളുകളെയുമൊക്കെ കേരളം പോലെ വീരാരാധന ഇല്ലാത്തൊരു സമൂഹത്തിൽ പോലും നിർത്താൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ, രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്നതിന് പിന്നിൽ ഈ തിരിച്ചറിവ് വോട്ട് ബാങ്കായി എല്ലാവരെയും കണക്കാക്കേണ്ടി വരുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ലോകം എന്നുള്ളത് ഒരു പരിധിവരെ ഒരു ശുഭസൂചന. അവിടെയാണ് നമ്മൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലേക്ക് എത്തേണ്ടത്. എങ്ങനെ ഒരു സംവിധാനത്തെ, ഒരു സമൂഹത്തെ ഉത്തേജിപ്പിക്കാം, വിഷയങ്ങൾ സംസാരിപ്പിച്ചുകൊണ്ട് പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ വിഷയങ്ങൾ സംസാരിപ്പിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കാം എന്നുള്ളൊരു കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പരാജയം. അതൊരു പ്രധാനപ്പെട്ട കാരണം ഈ വീഡിയോയുടെ പേരിൽ നമ്മൾ കൊടുക്കുന്ന മീഡിയ വൺ എന്നുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. ജയ് ഹിന്ദോ, ജനമോ, കൈരടിയോ പോലെ പ്രഖ്യാപിത രാഷ്ട്രീയ ചായ്വുള്ള രാഷ്ട്രീയ സംവിധാനം ഒരു മാധ്യമ ശൃംഖല അല്ലാത്തത് കൊണ്ട് തന്നെ അവർ വലിയൊരു വെല്ലുവിളിയായിട്ട്, വലിയൊരു സ്വാധീന ശക്തിയായിട്ട്, തെറ്റായ സ്വാധീനം ചെലുത്തുന്ന ശക്തിയായിട്ട് കേരളത്തിൻ്റെ മാധ്യമ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. കേരളത്തിലെ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമ മേഖലയിലെ ഏറ്റവും ചുരുങ്ങിയത് 40% ആളുകൾക്കെങ്കിലും മീഡിയ വണ്ണിൽ ജോലി ചെയ്ത പാരമ്പര്യമുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം. മീഡിയ വണ്ണിനെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലയിലുള്ള സ്വാധീനം നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. പക്ഷേ BJPയെ പോലെയോ NSSനെ പോലെയുള്ള ചില സംഘടനകൾ ഒഴിച്ചു നിർത്തിയാൽ മിക്കവാറും എല്ലാ സംഘടനകളുമായിട്ടും എല്ലാ മാധ്യമങ്ങളുമായിട്ടും വലിയ ബന്ധമുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. മാതൃഭൂമിയുടെ നമുക്കറിയാം. വീരേന്ദ്രകുമാറോ ശ്രേയാംസ് കുമാറോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ ദൈവത്തിന് പോലും കഴിയില്ല. അപ്പോൾ അത്തരമൊരു മാധ്യമ സംസ്കാരം കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മീഡിയ വണ്ണിൻ്റെ സ്വാധീനം കേരളത്തിലെ ചർച്ചകളിൽ ഉണ്ട്. അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലെ
ഉത്തരവാദിത്തമുള്ള പൗരന്മാരെയും ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികൾ ജനപ്രതിനിധികളെയും സൃഷ്ടിക്കുന്ന ഒരു നിഷ്പക്ഷ ചർച്ച സംവിധാനം കേരളത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഈ മീഡിയ വണ്ണിൻ്റെ സ്വാധീനം. അതായത് ശക്തമായ നിഷ്പക്ഷതയില്ലായ്മയും യാന്ത്രികതയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ചർച്ചാ രീതി, ശക്തമായ ചോദ്യങ്ങൾ വലിയ അഭാവമുള്ള ഒരു മാധ്യമ വിചാരണയാണ് കേരളത്തിൽ നടക്കുന്നത്. മാധ്യമ വിചാരണ എന്ന് നല്ല അർത്ഥത്തിൽ ഉപയോഗിച്ചു. ശക്തമായ ഒരു വിചാരണ, വിഷയങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ ശക്തമായി വിചാരണ ചെയ്യുന്നൊരു മാധ്യമ സംവിധാനത്തിൻ്റെ അഭാവം നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് എല്ലാ ചാനലിലും നടക്കുന്ന വോട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും വലിയ രീതിയിൽ അതൊരു ജനാധിപത്യത്തിന് വലിയ ശക്തി തന്നെയാണ്. എന്നാൽ അതിൽ അഭാവം, ശക്തമായ ചോദ്യങ്ങൾ, അസ്വസ്ഥ ഉളവാക്കുന്ന ചോദ്യങ്ങൾ, ഇതിനപ്പുറം നിന്ന് പൊരിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളുടെ ഒരു അഭാവത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മീഡിയ വൺ എന്നുള്ള മാധ്യമ സംവിധാനത്തിൻ്റെ സാന്നിധ്യം. അതാണ് നേരത്തെ പറഞ്ഞത്. അതിന് വലിയ ഒരു വലിയ തടസ്സമായിട്ട് മീഡിയ വൺ എന്നുള്ള സ്ഥാപനം നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇതിലൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്ന ഇടങ്ങളിലാണ്. അത് റഷ്യ ആവാം,